1996 മാർച്ച് 26 ബാംഗ്ലൂർ ആശ്രമം, ജ്ഞാനദളം 42. കുറ്റപ്പെടുത്തലും ദുരിതവും. ലൗകികൻ ദുരിതമനുഭവിക്കുമ്പോൾ ചുറ്റുമുള്ളവരെയും വ്യവസ്ഥിതിയെയും പൊതുവായി ലോകത്തെയും കുറ്റപ്പെടുത്തുന്നു. സത്യാന്വേഷി ദുരിതമനുഭവിക്കുമ്പോൾ അദ്ദേഹം ലോകത്തെ മാത്രമല്ല, അതിനുപരി മാർഗത്തെയും ജ്ഞാനത്തെയും അവനവനെ തന്നെയും കുറ്റപ്പെടുത്തുന്നു. അന്വേഷകനാകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പഴിചാരൽ അത്രയും കുറച്ചു മതിയല്ലോ. പക്ഷേ ഒരു സാധകൻ എല്ലാം കുറെ കൂടി ആസ്വദിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഒപ്പം കൂടുതൽ വേദനയുമുണ്ട്. ആനന്ദം അധികമാകുമ്പോൾ വിപരീത ഭാവവും അധികരിച്ചുണ്ടാകും. വസ്തുതകളെ അതേപോലെ കാണാനും പാതയെയും ആത്മാവിനെയും ലോകത്തെയും പഴിചാരാതിരിക്കാനും പ്രത്യേക തലത്തിലുള്ള ഒരു പക്വത ആവശ്യമാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? കുറ്റപ്പെടുത്തലുകളുടെയും ദുരിതങ്ങളുടെയും ഗർത്തം ചാടിക്കടന്നവർക്ക് വീഴ്ചയുണ്ടാകില്ല. അതൊരു ഒറ്റച്ചാട്ടം പോലെയാണ്. ഈശ്വരൻ നിങ്ങളെ പരീക്ഷിക്കുകയില്ല. പരീക്ഷണം അജ്ഞതയുടെ ഭാഗമാണ്. ആരാണ് എന്തിനെയെങ്കിലും പരീക്ഷിക്കുക? എന്തെങ്കിലും അറിയാത്തവർ മാത്രമേ പരീക്ഷണം നടത്തൂ. ഈശ്വരനെ നിങ്ങളുടെ കഴിവുകളെ കുറിച്ചറിയാം. അപ്പോൾ പിന്നെ അദ്ദേഹം എന്തിനു പരീക്ഷണം നടത്തണം? പിന്നെന്തിനാണ് ദുരിതങ്ങൾ? അത് തിദീക്ഷയ്ക്കു വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹിഷ്ണുതയുണ്ടാകാൻ വേണ്ടിയാണ്. പ്രാർത്ഥനാനിരതമായ സമർപ്പണത്തിലൂടെ സഹിഷ്ണുത വർദ്ധിപ്പിക്കാം. പിന്നെ നിങ്ങളുടെ ക്ഷമയ്ക്ക് ശക്തമായ വെല്ലുവിളികളാകുന്ന കാര്യങ്ങൾ നേരിട്ടും സഹിഷ്ണുത വർദ്ധിപ്പിക്കാം. ജയ്.